KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാര്യർ സമാജം പറവൂർ യൂണിറ്റ് ഇത്തവണയും ഒരു ട്രിപ്പ് സംഘടിപ്പിച്ചിരുന്നു. ചതുരംഗപ്പാറ ട്രിപ്പായിരുന്നു അത്. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. KSRTC വളരെ മനോഹരമായിട്ടത് ചിട്ടപ്പെടുത്തിയിരുന്നു. വളരെ ചിട്ടയോടും കൃത്യതയോടും കൂടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ചതുരംഗപ്പാറ ട്രിപ്പ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ചിലവഴിക്കാൻ സമയമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് പാസ് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു പറയും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിലൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വാളറ വാട്ടർ പാർക്കാണ് കാണാൻ പോകുന്നത്. അതും നമ്മൾ നിർത്തണില്ല, സ്ലോലി പാസ് ചെയ്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും വാളറ വാട്ടർ ഫാൾസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അടിമാലി ടൗണേരി കല്ലാർകുട്ടി ഡാമിൽ ചെല്ലുന്നത്. കല്ലാർകുട്ടി ഡാം എന്ന് പറഞ്ഞാൽ മുതിരപ്പുഴയാറിന് കുറിയെ കിട്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഡാമാണ് കല്ലാർകുട്ടി ഡാം എന്ന് പറഞ്ഞാൽ. വണ്ടിയിലുണ്ടായിരുന്നത് ഡ്രൈവറായിട്ട് ശ്രീ ഷിജിനും കണ്ടക്ടറും ടൂർ ഗൈഡുമായിട്ടുള്ള ശ്രീ ദിനേശും ആയിരുന്നു. അതുകൂടാതെ ഷെഫീഖ്, ഒരു സഹായം ഉണ്ടായിരുന്നു, ഷെഫീഖ്. ഇവർ 3 പേരുമായിരുന്നു. ഇവർ വളരെ നല്ല സഹകരണമായിരുന്നു. രാവിലെ ചെറുകുന്നത്തൊരു ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് കല്ലാർകുട്ടി ഡാം, പൊന്മുടി ഡാം ഉള്ള സ്ഥലങ്ങൾ കണ്ട് ഉച്ചയ്ക്ക് പൂപ്പാറയിൽ ചെന്നിട്ട് ഉച്ചഭക്ഷണം, അതിനുശേഷം ചതുരംഗപ്പാറ ഗ്യാപ്പ് റോഡ് വഴി കല്ലാറ് വന്ന് കല്ലാറിന്ന് പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ച് പോരുക. അതായിരുന്നു ട്രിപ്പ്. ഇതിനിടയ്ക്ക് ഒരുപാട് ഡാമുകളും എല്ലാം കണ്ടിരുന്നു. ഇത് വളരെ നല്ലൊരു യാത്രയായിരുന്നു. വളരെ നല്ല പ്ലാൻ ചെയ്തിട്ട്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭക്ഷണം വെജിറ്റേറിയൻ ഭക്ഷണമാണ് എല്ലാവർക്കും ആവശ്യം. ഇത് വളരെ ഇതായിട്ട് വെജിറ്റേറിയൻ തന്നെ കിട്ടി, എല്ലാ ഇത് കിട്ടിയിരുന്നു. പിന്നെ സ്ത്രീകൾക്കുള്ള ബാത്റൂം സൗകര്യമെല്ലാം വളരെ ഭംഗിയായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു എല്ലാത്തിനും. അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് KSRTCയിൽ പോകുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എല്ലാം നല്ല പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലങ്ങളിൽ കൂടി ഉള്ളൊരു യാത്ര, അത് കഴിഞ്ഞൊരു പാട്ട് ബഹളം, എല്ലാം വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഗ്യാപ്പ് റോഡിലെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത്, പ്രകൃതി അനുഗ്രഹിച്ചൊരു സ്ഥലത്ത് ഡാൻസ് കളിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കിയിരുന്നു. അപ്പം അതിനുള്ള സ്പീക്കറും സംവിധാനങ്ങളുമെല്ലാം ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു റോഡ് സൈഡിലാണെങ്കിലും നല്ല രസമായിട്ടുള്ളൊരു, നല്ല തണുപ്പും നല്ല കാലാവസ്ഥയിൽ രസമായിട്ടുള്ളൊരു ഇതായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു.
വയസ്സമാജം പറവൂർ യൂണിറ്റിൻ്റെ മൂന്നാമത്തെ KSRTCയിലുള്ള മൂന്നാമത്തെ യാത്രയാണിത്. അപ്പോൾ ഇത്തവണ അവർ കുറേ കൂടി ഡെവലപ്പ് ചെയ്തിരുന്നു, കുറേ കൂടി നല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു, വളരെ നല്ല രസമുള്ള യാത്രയായിരുന്നു. ഇതിൽ ഇത്തവണ നമുക്ക് സമാജത്തിന് പുറമെ കുറച്ച് അതിഥികളും ഉണ്ടായിരുന്നു, ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഇവർക്കുടെ കൂടുതൽ ബുക്കിങ്ങിനും കാര്യങ്ങളുള്ള ഡീറ്റെയിൽസ് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു എന്തായാലും. അപ്പോൾ അങ്ങനെ നാടിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം.